ഇവർക്ക് ഈ മത്സരം മാറി നിന്ന് നോക്കിക്കാണാനേ കഴിയൂ. ഈ വേദിയിൽ സംഘനൃത്തം അവതരിപ്പിക്കാമെന്ന പ്രതീക്ഷയോടെയാണ് ഈ വിദ്യാർത്ഥിനികൾ കോഴിക്കോട്ട് നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിയത്. അരുണിമ, ശ്രീയുക്ത, അനന്യ, സാന്ദ്ര, മിത്ര, ദിയ, ഋതു. കോഴിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈസ്റ്റ് ഹില്ലിലെ +1, +2 വിദ്യാർത്ഥികളാണിവർ. റവന്യൂ ജില്ലാ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് യോഗ്യത നേടാനായില്ല. കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല വിധി ഉണ്ടായില്ല. കോഴിക്കോട്ട് നിന്നും ട്രെയിനിൽ കയറുമ്പോൾ കോടതി വിധി വന്നിരുന്നില്ല. ട്രെയിൻ യാത്ര പകുതിയായപ്പോഴാണ് കോടതി വിധി അനുകൂലമല്ല എന്നറിഞ്ഞത്. ട്രെയിൻ കയറുമ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ വളരെ വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. ഇന്നലെ ഞങ്ങളെല്ലാവരും ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് ട്രെയിനിൽ കയറിയിരിക്കുമ്പോഴും നമുക്ക് കിട്ടും. പ്രാക്ടീസും ചെയ്ത് വന്നതാണ്. ശ്രീ പത്മനാഭൻ്റെ നവനിധികളായിരുന്നു ഞങ്ങൾ കാണിച്ചത്. അപ്പോൾ അത് ഈ പത്മനാഭൻ്റെ മണ്ണിലും കൂടെയാണ് ഇപ്രാവശ്യം സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സമയത്ത് വളരെ സന്തോഷം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അതിവിടെ വന്ന് പെർഫോം ചെയ്തതിനാൽ ഉറപ്പായിട്ടും നല്ലൊരു പൊസിഷനിലേക്ക് വരുന്ന ഞങ്ങൾക്ക് തന്നെ ഉറപ്പുണ്ടായിരുന്നു. റവന്യൂ ജില്ലാ കലോത്സവത്തിൽ സ്റ്റേജിന്റെ വലിപ്പക്കുറവ് തങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നതായും വിദ്യാർത്ഥികൾ പറഞ്ഞു. നമ്മൾ ഒരു പൊസിഷൻ വെച്ചിട്ടാണല്ലോ സ്കൂളിൽ നിന്നൊക്കെ പ്രാക്ടീസ് ചെയ്തത്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര കൺജസ്റ്റഡ് ആയിപ്പോയി. പിന്നെ ഞങ്ങളുടെ പ്രോപ്പർട്ടി ഉണ്ട്, പത്മനാഭനാണ്. പത്മനാഭനെയൊക്കെ കാണിച്ചു വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ലാസ്റ്റ് പോസ്റ്റ് നിൽക്കാൻ സ്ഥലമില്ല. സംഘനൃത്തം 1-ാം നമ്പർ വേദിയിൽ തീരുന്നതുവരെ ഇവർ ഇവിടെയുണ്ടായിരുന്നു. കണ്ണുകളിൽ നിന്നും ഇവരുടെ ദുഃഖം വായിച്ചറിയാമായിരുന്നു. പലർക്കും ഇനി ഒരവസരമില്ല. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തങ്ങളുടെ ഇഷ്ട ഇനമായ സംഘനൃത്തത്തിൽ ഒന്ന് മാറ്റുരയ്ക്കണം എന്ന ആഗ്രഹം ബാക്കിയാക്കിയാണ് ഇവർ തലസ്ഥാനത്ത് നിന്നും മടങ്ങിയത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.